ഹരേ കൃഷ്ണ. നമുക്ക് ധ്യാന ശ്ലോകത്തിൽ തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം മേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാംബിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാൻവിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. കഥഞ്ചന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. അനർപ്പിതചരീം ചിരാത് കരുണയാവതീർണകലൗ സമർപ്പയിതുമുന്നതോജ്വല രസാം സ്വഭക്തി ശ്രിയം. ഹരിപുരടസുന്ദരദ്യുതി കഥം വസന്തി പിതഃ സദാ ഹൃദയകന്തരേ സ്ഫുരതു വാ സച്ചിനന്ദന. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതം അഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറഞ്ഞു ഭാഗവതം പറയാമെന്നല്ലേ. അതിന് മുമ്പായിട്ട് നമുക്ക് നാമം ജപിക്കാം. ഇന്ന് ആർക്ക് നാമം ജപിക്കണം? ഹരേ കൃഷ്ണ. ആരാണ്? ജയശ്രീ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാ ജപിച്ചോളൂ. ഹരേ കൃഷ്ണ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ഹരേ ഗൗരവ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ
हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, हरे कृष्ण कृष्ण कृष्ण
ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ രാമ രാമ ഹരേ ഹരേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ശ്ലോകമാണ് നോക്കുന്നത് അല്ലെ. ഒന്നാമത്തേൽ എന്താ നമ്മൾ പഠിച്ചത്? ആർക്കെങ്കിലും ഒന്നാമത്തെ കാണാതെ ചൊല്ലാൻ അറിയാമോ? ട്രൈ ചെയ്യുന്നു ആരെങ്കിലും? ജന്മാദസ്യ. കൈ പൊക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. ആരാണ് ചൊല്ലുന്നത് ആദ്യം? ഹരേ കൃഷ്ണ മാതാജി. ഉഷ അല്ലേ? ആ, ചൊല്ലിക്കൊള്ളു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്വയാത് ഇതരതശ്ചാത്വേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മ ഹൃദായ ആദികവയേ മുഹ്യന്തി യസൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ മുഹ്യന്തി യസൂരയ
തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ അമൃഷ ദാബ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിട്ട് പറഞ്ഞു, ഒരു തെറ്റും കൂടാതെ. ഇനി ആർക്ക് പറയാൻ പറ്റും? പതുക്കെ പതുക്കെ നമ്മൾ പഠിക്കണമേ. എന്താന്ന് വെച്ചാല് ഈ സംസ്കൃതം ഇതൊക്കെ ജപിക്കുമ്പോ നമ്മൾ പ്യൂരിഫൈഡ് ആകുകയാണ്. ദീപ മാതാജി ചൊല്ലിക്കൊള്ളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യേതോ യഥാ നിരതരശ്ചാർത്തേഷു വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോർമൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നന്നായി പറഞ്ഞു. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി സെക്കൻഡ് ഇതിലോട്ട് പോകാം. കഴിയത്തോളം പഠിക്കാൻ നോക്കണം. എല്ലാവർക്കും ഓർമ്മ വരില്ല. ഓർമ്മ നിൽക്കുന്നവർ പഠിക്കാൻ ശ്രമിക്കണം. ഇനി സെക്കൻഡ് വേഴ്സ് നമ്മൾ ഇപ്പൊ രണ്ടാമത്തേത് എന്താണ്? ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതയത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ആരെങ്കിലും ട്രൈ ചെയ്യുന്നോ? നോക്കി പറയാം. നോക്കി വായിക്കാം മാതാജി. നോക്കി വായിക്കാം. ആദ്യം സുഷമ മാതാജി പറയട്ടെ, എന്നിട്ട് സീതാലക്ഷ്മി മാതാജി. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോസ്ഥിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദോ രുദ്യതേ പ്രകൃതിഃ ശുശ്രൂഷോഭിസ്തക്ഷണാത്. ഹരേ കൃഷ്ണ. താങ്ക് യു. കഴിയത്തോളം എല്ലാരും മ്യൂട്ടാക്കി വെക്കണേ. ഹരേ മാതാജി. ഹരേ കൃഷ്ണ. സീതാ മാതാജി, സീതാലക്ഷ്മി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോത്ഥിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതിഭിഃ ശുശ്രൂഷിഭിഃ തത്ക്ഷണാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആരാണ്? ഹരേ കൃഷ്ണ മാതാജി. ആദ്യം പ്രീത മധു മാതാജി പറയട്ടെ. ഇതുവരെയും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. പ്രീത മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോഞ്ചിത കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ അത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നന്നായി പറഞ്ഞു.
ദീപ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോത്സിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമസ്ത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവിരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഹരി ഓം ഹരേ തത്സത്. കൃഷ്ണ. നന്നായി. ജയശ്രീ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര ഹൃദിഭിः ശുശ്രൂഷുഭിः തത്ക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാരും നല്ലോണം ചൊല്ലി. ബാക്കിയുള്ളവർക്കും എനിക്കറിയാം, കുറെ പേർക്ക് അറിയാമായിരിക്കും. അവര് ജസ്റ്റ് ഷൈ ആയോണ്ടാണ് പറയാത്തത്. തെറ്റുപറ്റുമോ എന്നുള്ളൊരു സംശയം അല്ലേ. ഇവിടെ നമ്മൾ ഇത്രയും വരല്ലേ ഉള്ളൂ. തെറ്റുപറ്റിയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും തെറ്റുപറ്റു. നീതു പ്രദീപ് മാതാജി ട്രൈ ചെയ്യുന്നോ? മാതാജി. ഹരേ കൃഷ്ണ. ഓം ഹരേ നമോ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോജിത കൈതവ അത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ അത്ര കൃതുഭിः ശുശ്രൂഷുഭിः തത്ക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. നന്നായി ചൊല്ലിയല്ലോ. ഇനി ഉഷ നീലൻകര ഹരേ കൃഷ്ണ മാതാജി. പറഞ്ഞോളൂ. ഉഷ നെല്ലങ്കരി അല്ല, ഞാൻ ഉഷ കെ മാതാജി. ഉഷ കെ അല്ലേ? ഓക്കെ ഓക്കെ, പറയൂ പറയൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോച്ചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷഭിസ്തക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ താങ്ക് യു. ഇനി ഉഷ നെല്ലൻകര അല്ലേ? ഹരേ പറയൂ. കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേ യത്ര കൃതിഭിः ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. നല്ല ട്യൂൺ. ഇനി റീന സഞ്ജീവ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഞാൻ ട്രൈ ചെയ്യാന്നേ ഉള്ളൂ മാതാജി. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ട്രൈ ചെയ്യൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വസുദേവായ. ഓം നമോ ഭഗവതേ വസുദേവായ. ഓം നമോ ഭഗവതേ വസുദേവായ. ധർമ്മ പ്രോചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിः ശുശ്രൂഷിഭിസ്തക്ഷണാത്. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായിട്ട് പറഞ്ഞല്ലോ. ഹരേ കൃഷ്ണ മാതാജി. ഭഗവാന്റെ കൃപ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ലീലാമ്മ. ഹരേ കൃഷ്ണ. ലീലാമ്മ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പറഞ്ഞോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ധർമ്മപ്രോച്ചിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താവത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യത്തെ പ്രകൃതിഭിः ശുശ്രൂഷുഭിः സത്സനാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്നായി. ദാസമ്മ ട്രൈ ചെയ്യുന്നോ? ആദ്യമായിട്ട് കയറുകയാണ് ക്ലാസ്സില്. അടുത്ത ദിവസം ആട്ടെ മാതാജി, അടുത്ത ദിവസം മതിയാ? ശരി. പുസ്തകം ഇല്ല. ഹരേ കൃഷ്ണ. മറ്റേ മലയാളം ഉണ്ട് മാതാജി, ഇത് നമുക്ക് സംസ്കൃതമാണോ മാതാജി? ഇത് സംസ്കൃതമാ, പക്ഷെ മലയാളത്തിൽ നമ്മൾ അതിന്റെ മീനിങ്സ് പറയും. ആ അതെ അതെ, അതാ മറ്റേത് മേടിക്കാൻ ഞാൻ മറ്റേ മേടിച്ചിട്ട് ഞാൻ ചൊല്ലിക്കൊള്ളാം. ഓക്കെ ഓക്കെ മൂലം മേടിച്ചിട്ട് ചൊല്ലാം. ശരി. മാതാജി ഫോട്ടോസ് വേണമെങ്കിൽ ഇപ്പൊ കയ്യിലുണ്ട് മാതാജി, PDF ആക്കിയിട്ടില്ല. ഫോട്ടോസ് വേണോ, ഇപ്പൊ ഇടണോ? രണ്ടാമത്തെ ശ്ലോകത്തിന്റെ അല്ലേ? PDF ആക്കിയിട്ടില്ല, ഫോട്ടോസ് ഉണ്ട്, വേണമെങ്കിൽ ഫോട്ടോസ് ഉണ്ട്. ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇടാം മാതാജി. ഇട്ടോളൂ. ഇട്ടോളൂ, ആർക്കെങ്കിലും നോക്കണമെങ്കിൽ നോക്കാലോ ഈ ക്ലാസ്. കുറച്ച് കഴിഞ്ഞിട്ട് PDF ആക്കാം. PDF ആക്കിയിട്ടില്ല, ഫോട്ടോസ് മാത്രമായിട്ട്. ഓ PDF ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ആക്കിത്തരാം മാതാജി. എനിക്കൊരു ആളുടെ ഹെൽപ്പ് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തു തരും. എന്റെ ഫോണിൽ പറ്റില്ല. ഓക്കെ ഓക്കെ. എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇട്ടാലും മതി മാതാജി. അല്ലെങ്കിൽ നമ്മളുടെ മൊബൈലിൽ കുറെ ഡേറ്റ വന്ന് കൂടും. എന്നിട്ട് പിന്നെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ മാതാജി. ഒരാളിപ്പോ പറഞ്ഞല്ലോ, ഇല്ലാന്ന് പറഞ്ഞു, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ മാതാജി ഫോൺ ഓഫ് ചെയ്യണോ മാതാജി? വേണ്ട വേണ്ട വേണ്ട, ഫോൺ ഓഫ് ഒന്നും ആക്കണ്ട. വെറുതെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട മാതാജി. നമുക്ക് നാളെ ഇട്ടാ മതി കേട്ടോ. അത് കിട്ടിക്കഴിഞ്ഞിട്ട് PDF കിട്ടിക്കഴിഞ്ഞിട്ട് ഇട്ടാ മതിയേ. വേണ്ട, ഓഫ് ആക്കണ്ട, ഓഫ് ആക്കണ്ട, ഇപ്പൊ ഇടുന്നില്ല. മ്യൂട്ട് ആക്കിക്കോളൂ. ദാസമ്മ മാതാജി മ്യൂട്ട് ആക്കിക്കോളൂ. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്നലെ ധർമ്മത്തിനെ കുറിച്ച് പറയായിരുന്നു അല്ലെ? എന്ത് തരം ധർമ്മം? കൈതവ ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലും ഭൗതികമായ ഇച്ഛ സാധിക്കാൻ വേണ്ടി ചെയ്യുന്ന ധർമ്മങ്ങള്, ചെയ്യുന്ന റിലിജ്യൻ അതിനെയാണ് നമ്മൾ കൈതവ ധർമ്മം എന്ന് പറയുന്നത്. റിലിജ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മള് എന്തെങ്കിലും ഇപ്പം ധർമ്മേണ ഹിന പശുഭിഹി സമാന എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ ധർമ്മം അല്ലെങ്കിൽ റിലിജിയൻ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നമ്മള് പശുവിന് സമാനമാണ് എന്ന് പറയുന്നുണ്ട് ഈ ധർമ്മശാസ്ത്രത്തിലൊക്കെ. അതുകൊണ്ട് നമുക്ക് ധർമ്മം വേണം, ഈ റിലീജിയോസിറ്റി വേണം. അതാണ് നമ്മളെ പശുക്കളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കുന്ന ഇത് നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങളാണ്. ഓരോ റിലിജിയൻ നമ്മൾ അനുഷ്ഠിക്കുന്നു അല്ലേ? ഹിന്ദു, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോ റിലിജിയൻ നമ്മൾ ചെയ്യുന്നത് അതാണ് നമ്മളെ പശുക്കളിൽ നിന്ന് ഒക്കെ, പശുക്കൾ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിപ്പിക്കുന്നത്. അപ്പൊ ആ റിലിജിയൻ എന്ന് പറഞ്ഞാല് നമ്മൾ വെറുതെ എന്തെങ്കിലും, ഇപ്പൊ റിലിജിയന്റെ പേരില് നമ്മൾ എന്തൊക്കെ കൊലകളും ഒക്കെ നടക്കുന്നു അല്ലെ? തീവ്രവാദമൊക്കെ നടക്കുന്നുണ്ട് റിലിജിയണിന്റെ പേരില്. അതിനെ നമ്മൾക്ക് റിലിജിയൻ എന്ന് വിളിക്കാൻ പറ്റില്ല. യഥാർത്ഥ റിലിജിയൻ എന്ന് പറയുന്നത് നമ്മളെ ഭഗവാനിലോട്ട് എത്തിക്കണം, അതായിരിക്കണം അതിന്റെ ഗോള്. നമ്മൾ ഈ റിലിജിയൻ ഫോളോ ചെയ്യുക. റിലിജിയൻ എന്ന് പറഞ്ഞാൽ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്, ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്ന കുറെ നിയമങ്ങളും ഒക്കെ ഉണ്ട്. ആ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലിജിയൻ നമ്മൾ ഫോളോ ചെയ്യുന്നു എന്ന് പറയുന്നത്. ആ റൂൾസ് ഒന്നും നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മൾ റിലിജിയൻ ഫോളോ ചെയ്യുന്നില്ല. വെറുതെ നമ്മൾ പേരിന് നമ്മൾ ഹിന്ദു ആണെന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഹിന്ദു ആണെങ്കിൽ നമ്മൾ ഹിന്ദുയിസത്തിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോഴേ നമ്മൾ റിലിജിയൻ ഫോളോ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ.
എന്നിട്ട് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം, ഈ റൂൾസ് ഒക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ് അതിൻ്റെ ലക്ഷ്യം? നമ്മൾ ഭഗവാനിൽ എത്തിക്കണം നമ്മളെ. ഭഗവാനോട് നമുക്ക് സ്നേഹം തോന്നണം. അതാണ് അൾട്ടിമേറ്റ് ഗോള് നമ്മൾ ഈ റിലിജിയൻ ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഭഗവാനെ അറിയുക എന്നുള്ളതാണ്. അതാണ് വേദാന്ത സൂത്രത്തിലും ആദ്യം അത് തുടങ്ങുന്നത് തന്നെ എന്താണ്? അതാതോ ബ്രഹ്മ ജിജ്ഞാസ. നമുക്കൊരു ജിജ്ഞാസ വേണം ബ്രഹ്മത്തിനെ അറിയാൻ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനെ അറിയാൻ നമുക്കൊരു ജിജ്ഞാസ വേണം. ഈ ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, ഏകലേ ഈശ്വര കൃഷ്ണ ആരസഭാ ഭൃത്യ യാരേ യൈച്ച നാചായ സേ തൈച്ച കരേ നൃത്യ. ഇത് ബംഗാളിയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? ആകെ ഒരു ഈശ്വരനുള്ളത് കൃഷ്ണനാണ്. ബാക്കി എല്ലാവരും ആരസഭ ഭൃത്യ, ബാക്കി എല്ലാവരും ഭൃത്യന്മാരാണ്. എന്ന് വെച്ചാൽ സെർവൻസ് ആണ് അല്ലേ? ബാക്കി എല്ലാവരും സെർവൻസ് ആണ്. എന്നിട്ട് എന്താ പറയുന്നത്? ഭഗവാൻ നമ്മളോട് ഡാൻസ് ചെയ്യാൻ പറയുമ്പോൾ നമ്മളെല്ലാവരും ഡാൻസ് ചെയ്യുന്നു. നാച്ചായ എന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാൻ പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? സ തൈച്ചേ കരേ നൃത്യ, നമ്മൾ നൃത്തം ചെയ്യുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എല്ലാം നടക്കുന്ന ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൺട്രോളർ എന്നാണ്. എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ആളാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരൻ പറയുന്ന പോലെ നമ്മൾ ഈ പപ്പറ്റ് ഷോ എന്ന് പറയില്ലേ, എന്താ പാവക്കൂത്ത്, അതിന് ഒരു ചരടാക്കിയിട്ട് ആ പാവയെ ഇങ്ങനെ കളിപ്പിക്കുന്ന ആള് ചെയ്യുന്ന അനുസരിച്ചാണ് ആ പാവ മൂവ് ചെയ്യുന്നത് അല്ലേ? അതുപോലെയാണ് നമ്മളെല്ലാവരും. നമ്മള് പപ്പറ്റ്സ് ആണ്, ഈ പാവ ആണ്. എന്നിട്ട് പപ്പറ്റ് മാസ്റ്റർ ആരാണ്? കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ നമ്മൾ ചരട് വലിക്കുന്ന പോലെയാണ് നമ്മൾ നൃത്തം ചെയ്യുന്നത്. അപ്പൊ അതാണ്, അത് മനസ്സിലാക്കണം നമ്മൾ. അതാണ് റിയൽ റിലിജിയൻ. നമ്മൾ അത് കൃഷ്ണനാണ് എല്ലാത്തിൻ്റെയും അധികാരി, എല്ലാം കൺട്രോൾ ചെയ്യുന്ന കൃഷ്ണനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഭഗവാന്റെ വൈഭവങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതാണ് റിയൽ ധർമ്മം. ഇവിടെ പറയുന്ന എന്താണ്? കൈതവ ധർമ്മം നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയുന്നു അല്ലേ? ഈ മായാവാദികളൊക്കെ പറയുന്ന എന്താണ്? ശരിക്കും അങ്ങനെ ഒരു രൂപമില്ല കൃഷ്ണൻ, ഭഗവാൻ ഒരു രൂപമില്ല. അത് ഭക്തന്മാർക്ക് അത് ഒരു രൂപം കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ഭജിക്കാന് എളുപ്പത്തിന് വേണ്ടി എന്ന് പറയുന്നു. എന്താണ് അവർ പറയുന്നത്? സാധകാനാം ഹിതാർത്ഥായേ ബ്രഹ്മണേ രൂപകൽപ്പന. അപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ, പല വാക്കുകളും മലയാളം തന്നെയാണ്. സാധകാനാം എന്ന് പറഞ്ഞ ഡിവോട്ടീസ്, ഭക്തന്മാര്, ഹിതാർത്ഥായ അവരുടെ ഹിതത്തിന് വേണ്ടി, ബ്രഹ്മണോ ബ്രഹ്മം എന്ന് പറയുന്നതിനെ രൂപകൽപ്പന, രൂപം കൽപ്പിക്കുന്നു. അല്ലാതെ ഭഗവാന് ശരിക്കും രൂപമില്ല. ആ രൂപം കൽപ്പിക്കുന്ന എന്തിനാണ്? ഭക്തന്മാർക്ക് സഹായത്തിന്, അവർക്ക് എളുപ്പമാകാൻ. നമ്മൾക്ക് വിനിമയം നടത്തണമെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരു വ്യക്തിയുടെ അടുക്കലേ നമുക്ക് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് ഭക്തന്മാർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി ഒരു രൂപം കൊടുത്തിരിക്കുകയാണ് ബ്രഹ്മത്തിന്. ശരിക്കും ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു രൂപമില്ല എന്ന് മായാവാദികൾ അവകാശപ്പെടുന്നു. മായാവാദികൾ എന്ന് പറഞ്ഞാൽ അവര് പറയുന്നത് ജഗത് മായ, ജഗത് ഈ ലോകം മുഴുവൻ മായയാണ്, നമ്മൾ ഇവിടെ കാണുന്നതെല്ലാം മായയാണ്, നമ്മളെല്ലാം മായയാണ് എന്നാണ് മായാവാദികള് പറയുന്നത്. നമ്മൾ അങ്ങനെയല്ല, വൈഷ്ണവര് അങ്ങനെയല്ല പറയുന്നത്. ഇതുണ്ട്, ഈ ലോകം, ഈ ഭൗതിക ലോകം ഉണ്ട്, അത് ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അത്
താൽക്കാലികമാണെന്നേ ഉള്ളൂ. അത് ഇല്ല, ഇത് മുഴുവൻ മായയാണ് എന്ന് പറയുന്നില്ല. ശരിയാണ്, നമ്മള് മായയാണ്. ഈ ഭൗതിക ലോകത്തിലെ സാധനങ്ങളോട് നമ്മൾ അട്രാക്റ്റഡ് ആവുന്ന മായ കാരണമാണ്. നമ്മൾക്ക് മനസ്സിലാക്കണം ഇതെല്ലാം ടെമ്പററിയാണ്, ഇതിന് ഒരു അസ്തിത്വമില്ല. നമ്മൾ അസ്തിത്വം ഉള്ളതിനു വേണം നമ്മൾക്ക് അട്രാക്ഷൻ തോന്നാന് എന്നാണ് ഭക്തന്മാര് പറയുന്നത്. അപ്പൊ ഭക്തന്മാരെന്താ പറയുന്നത്? ഈശ്വരഃ പരമഃ കൃഷ്ണഃ എന്ന് പറഞ്ഞാൽ ഈശ്വരനുണ്ട്, അത് പരമമായ ഈശ്വരൻ കൃഷ്ണനാണ്. സച്ചിദാനന്ദ വിഗ്രഹ, അതിനൊരു രൂപമുണ്ട്. എന്ത് തരത്തിലുള്ള രൂപമാണ്? സച്ചിത് ആനന്ദം. സത്തെന്ന് വെച്ചാല് അത് ഇറ്റേർണലാണ്, അത് ശാശ്വതമായ ഒരു രൂപമാണ്. പിന്നെ ചിത്തെന്ന് പറഞ്ഞാൽ അത് ഫുൾ ജ്ഞാനം നിറഞ്ഞതാണ്. പിന്നെ ആനന്ദം, അതിന് എപ്പോഴും ആനന്ദമയമാണ്. അപ്പൊ അങ്ങനെ ഒരു രൂപമാണ് ഭഗവാനുള്ളത്. ഭഗവാന്റെ രൂപം ഭൗതിക രൂപമല്ല. നമ്മളുടെ ശരീരമൊക്കെ എന്തുകൊണ്ടുണ്ടാക്കിയതാ നമ്മൾ പറഞ്ഞു അല്ലെ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. തേജോ വാരി മൃതാം എന്ന് പറഞ്ഞാല് തേജ എന്ന് പറഞ്ഞാൽ അഗ്നി, വെള്ളം, മണ്ണ് അല്ലെ, എർത്ത്. പിന്നെ ഉണ്ട് വായു ഉണ്ട് നമ്മളുടെ ശരീരത്തില്. പിന്നെ ഈതർ, സ്കൈ എന്ന് പറഞ്ഞാൽ സ്പേസ്. ഇതെല്ലാം ഉണ്ട്. ഏറ്റവും ഗ്രോസ് എലിമെന്റ്സ് എന്ന് പറയുന്നത് അഗ്നി, ജലം, പിന്നെ എർത്ത്. ഇതുകൊണ്ടാണ് ഇവിടെയുള്ളതെല്ലാം, നമ്മളുടെ ശരീരമെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് ഈ 3 അല്ലെങ്കിൽ 5 സാധനങ്ങൾ കൊണ്ടാണ്. പക്ഷെ ഭഗവാന്റെ ശരീരം അങ്ങനെയല്ല. ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് ടോട്ടലി സ്പിരിച്വലാണ്. അപ്പൊ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങൾ വെച്ച്, ഈ ഭൗതികമായ ഇന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് അങ്ങനെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ശരീരമുള്ള ഒരു ഭഗവാനെ കാണാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ആളെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ഒന്നും അറിവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അങ്ങനെ ഒരു വസ്തു ഉണ്ട്. ആ വസ്തു നമ്മളുടെ ഭൗതികമായ ശരീരം പോലെയല്ല, അതിന് ഒരു സ്പിരിച്വൽ ശരീരമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവും അതുപോലെ തന്നെ, നമ്മളുടെ ആത്മാവും സ്പിരിച്വലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആത്മാവ് കാണാൻ പറ്റുന്നില്ല. ആത്മാവിനെ നമ്മൾ സർജറി ചെയ്ത് ഹാർട്ടിലാണ്, നമ്മൾ പറഞ്ഞു അല്ലെ, ഹൃദയത്തിലാണ് ആത്മാവെന്ന്. പക്ഷേ ഹൃദയത്തിന്റെ ഒരു ശസ്ത്രക്രിയ ചെയ്താൽ ആത്മാവിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല, അത് കാണാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ദ്രിയത്തിന് അതീതമായിട്ടാണത്. ഈ സ്പിരിച്വൽ സംഗതികൾ നമ്മളുടെ ഈ ഇന്ദ്രിയത്തിന് കാണാൻ പറ്റില്ല. അത് പ്യൂരിഫൈഡ് ആകുമ്പോൾ നമ്മളുടെ സെൻസസ് എല്ലാം, നമ്മളുടെ ഇന്ദ്രിയങ്ങളൊക്കെ പ്യൂരിഫൈഡ് ആയി കഴിയുമ്പം നമ്മൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിലും അവസാനം പറയുന്നുണ്ട്. എന്താണ്? നമ്മൾ ഈ ശ്രീമദ് ഭാഗവതമൊക്കെ വായിക്കുകയാണെങ്കിൽ നിത്യമായിട്ട് വായിക്കുമ്പം നമ്മളുടെ ഹൃദയത്തിൽ ഭഗവാൻ കുടികൊള്ളും എന്ന് പറയുന്നു അല്ലെ. അപ്പൊ ആ ഭഗവാനെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണടച്ചുകൊണ്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്താലും നമുക്ക് ഭഗവാനെ കാണാൻ പറ്റുന്നില്ല അല്ലെ, ഉള്ളിലുള്ള ഭഗവാനെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമ്മളുടെ ഇന്ദ്രിയങ്ങള് എല്ലാം പ്യൂരിഫൈഡ് അല്ലാത്തതുകൊണ്ട്, മാലിന്യങ്ങൾ അടിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പിന്നെ അതുകൊണ്ടാണ് നമുക്ക് കൃഷ്ണന്റെ നാമവും കൃഷ്ണന്റെ രൂപവും കൃഷ്ണന്റെ ഗുണങ്ങളും കൃഷ്ണന്റെ ലീലകളും ഒന്നും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തത്. എന്തുകൊണ്ടാണ്? നമ്മളുടെ നമ്മൾ പ്യോർ അല്ലാത്തതുകൊണ്ട്, നമുക്ക് കുറെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊന്നും ആസ്വദിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് പറയുന്നത് അത ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യം ഇന്ദ്രിയൈഹി സേവോന്മുഖേഹി ജിഹ്വാദൗ സ്വയം ഏവ സ്ഫുരതി അതഃ എന്ന് പറഞ്ഞ അത ശ്രീകൃഷ്ണ നാമാദി, കൃഷ്ണന്റെ നാമം ആദി എന്ന് പറഞ്ഞ എക്സെട്ര എന്തൊക്കെയാണ്? കൃഷ്ണന്റെ നാമം, രൂപം,
പിന്നെ ലീലകള്, പിന്നെ എന്താണ് ഉള്ളത്, ഗുണങ്ങള്, ഇതെല്ലാം മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ന ഭവേത്, നമുക്ക് പറ്റുന്നില്ല അത് കാണാൻ. എന്തുകൊണ്ടാണ്? ഗ്രാഹ്യം ഇന്ദ്രിയൈഹി, ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾക്ക് അത് ഗ്രാഹ്യമല്ല, നമുക്കത് സ്പഷ്ടമാകുന്നില്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. എന്നിട്ട് എന്താണ് അത് കാണാൻ വേണ്ടി ചെയ്യേണ്ടത്? സേവോന്മുഖേഹി ജിഹ്വാദൗ, നമ്മള് സേവനം ചെയ്യണം, ഭഗവാന് സേവനം ചെയ്യണം. അത് സേവനം എവിടെ നിന്ന് ആദ്യം തുടങ്ങേണ്ടത്? ജിഹ്വാദൗ. ആദൗ എന്ന് പറഞ്ഞാൽ ആദ്യം ജിഹ്വ എന്ന് പറഞ്ഞാൽ നാക്കിൽ വേണം തുടങ്ങാൻ. നമ്മളുടെ ഇന്ദ്രിയങ്ങള് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ട് അല്ലെ. അപ്പൊ ആ ഈ 10 ഇന്ദ്രിയങ്ങളില് ആദ്യം നമ്മൾ തുടങ്ങേണ്ട നാക്കിൽ നിന്ന്. എങ്ങനെയാണ്? എന്താന്ന് വെച്ചാൽ നാക്കിന് മാത്രം 2 പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട് നാക്ക്. എന്തൊക്കെ പ്രവൃത്തികളാണ് നാക്ക് ചെയ്യുന്നത്? നമ്മള് സംസാരിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ കഴിക്കുന്നുമുണ്ട് അല്ലെ നാക്ക് വെച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നാക്കിൽ തുടങ്ങണം. നാക്കിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ ബാക്കി എല്ലാ ഇന്ദ്രിയങ്ങളും താനെ കൺട്രോൾഡ് ആകും. അപ്പൊ എന്താണ് നാക്ക് ചെയ്യേണ്ടത്? നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കണം. ഈ നാക്ക് കൊണ്ട് നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്ന വേറെ അശുദ്ധമായ വാക്കുകൾ നമ്മുടെ നാക്കിൽ നിന്ന് വരാതാകും. അപ്പൊ അതുവരെ നമ്മൾ നാമം ജപിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നാക്ക് കൊണ്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു അല്ലെ. ആ ആഹാരം കഴിക്കുന്നത് നമ്മൾ ഭഗവാന് ആദ്യം നിവേദിച്ചിട്ട് കഴിക്കണം. ഭഗവാന്റെ പ്രസാദമായി നമ്മൾ ഭഗവാന് ഭോഗ ഓഫർ ചെയ്യുന്നു, ഫുഡ് ഓഫർ ചെയ്യുമ്പം ഭഗവാൻ അത് കഴിച്ചിട്ട് നമുക്ക് തരുമ്പോൾ അത് പ്രസാദമാകുന്നു. അപ്പൊ ഭഗവാന്റെ പ്രസാദം നമ്മൾ കഴിച്ചാലും പിന്നെ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും ഭഗവാന്റെ ശ്ലോകങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ടിരുന്നാല് നമ്മളുടെ നാവ് ശുദ്ധിയാകും. അപ്പൊ നമ്മളുടെ നാവിനെ കൺട്രോൾ ചെയ്യാനും പറ്റും. നമ്മൾ വേണ്ടാത്തതൊന്നും പറയാൻ തോന്നില്ല. അങ്ങനെ കൺട്രോൾ ചെയ്യുമ്പം പിന്നെ നമ്മളുടെ കണ്ണുകള്, നമ്മളുടെ ചെവികള് എല്ലാം താനെ കൺട്രോൾഡ് ആകും. നമ്മൾ കാണണ്ടാത്ത സംഗതികൾ കാണണം തോന്നില്ല. പിന്നെ ചെവി കൊണ്ട് വേണ്ടാത്തതൊന്നും കേൾക്കില്ല. നമ്മൾ ഭഗവാന്റെ ലീലകളും ഭഗവാന്റെ കാര്യങ്ങളും മാത്രം നമുക്ക് ശ്രവിക്കണം തോന്നും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങൾ എടുക്കുമ്പോഴും നമ്മുടെ കൈകള് നമ്മൾ ഭഗവാനെ സേവ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. കാലുകൾ നമ്മൾ ഭഗവാന്റെ ധാമങ്ങളിൽ പോകാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെ ഓരോ ഇന്ദ്രിയങ്ങളും നമ്മൾ ഭഗവാന്റെ സേവനത്തിന് യൂസ് ചെയ്യും. അങ്ങനെ ആകുമ്പോഴാണ് ഭഗവാൻ നമ്മളുടെ ദൃഷ്ടിക്ക് ഗോചരനാകുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ അപ്പൊ ഏത് റിലിജിയൻ നമ്മളെ ഭഗവാനെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നില്ലേ? ഏത് റിലിജിയൻ ആണ് നമ്മളെ ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാത്ത ഒരു റിലിജിയൻ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് കൈതവ ധർമ്മം എന്ന് പറയാം. അങ്ങനത്തെ ഒരു ധർമ്മത്തിനെ, ധർമ്മം ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിലിജിയന് മലയാളം എന്താ? മതം അല്ലേ? മതം. അപ്പൊ അങ്ങനെയുള്ള ഒരു മതം കൈതവ മതമാണ്. കൈതവ എന്ന് വെച്ചാൽ ചീറ്റിംഗ് ആണ്, നമ്മളെ ചീറ്റ് ചെയ്യാണ്. അത് നമ്മളെ എത്തേണ്ട ലക്ഷ്യത്തിൽ എത്തിക്കുന്നില്ല. അതിനാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ഒരു ഷോറൂമിൽ പോയി 50,000 രൂപ കൊടുത്തൊരു ലാപ്ടോപ്പ് വാങ്ങിച്ചു. പുതിയ ലാപ്ടോപ്പ് ആണെന്നും പറഞ്ഞ് വാങ്ങിച്ച, ഫസ്റ്റ് ഹാൻഡ് ലാപ്ടോപ്പ് എന്നും പറഞ്ഞ് വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മൾ അത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു ഇത് സെക്കൻഡ് ഹാൻഡ് ആണെന്ന്. സെക്കൻഡ് ഹാൻഡിന് നമുക്ക് 25,000 കിട്ടേണ്ടത് നമ്മൾ 50,000 കൊടുത്ത് നമ്മൾ വാങ്ങിച്ചു. അപ്പൊ അതിനെയാണ് ചീറ്റ് എന്ന് പറയും. ചീറ്റ് ചെയ്തു നമ്മളെ അല്ലേ, നമ്മളെ കളിപ്പിച്ചു.
ഷോപ്പിലുള്ള ആള് നമ്മളെ കളിപ്പിച്ചു. അതിനെയാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏത് മതമാണോ നമ്മളെ ഭഗവാനിൽ എത്തിക്കാത്തത്, നമ്മൾ ഭഗവാൻ ആരാണ്, നമ്മൾ ആരാണ്, നമ്മളും ഭഗവാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ്, നമുക്ക് എങ്ങനെ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും, ഇതൊന്നും പറഞ്ഞു തരാത്ത ഒരു മതം ചീറ്റ് ചെയ്യുകയാണ് നമ്മളെ, അല്ലേ? അപ്പം ഈ ശ്ലോകത്തിൽ പറയുന്നു അങ്ങനെയുള്ള ഒരു ധർമ്മത്തിനെ നിങ്ങൾ കള എന്ന് പറയുകയാണ്. അത് ശ്രീമദ് ഭാഗവതമാണ് ഇത്ര ബോൾഡായിട്ട് പറയുന്നത്. ഇങ്ങനെയുള്ള ധർമ്മം നിങ്ങൾ ദൂരെ കള എന്ന് പറയുന്ന. പ്രഭുപാദാണെങ്കിൽ പറയുന്നത് എന്താണെന്നറിയാമോ ഇതിന്? ഒരു മിനിറ്റ്. പ്രഭുപാദ് പറയുന്നത് കൈതവ എന്ന പ്രോജിത എന്ന് പറഞ്ഞാലാണ് കളയാൻ പറയുന്നത്. അതിന് പ്രഭുപാദ് യൂസ് ചെയ്യുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേർഡ്സ് ആണ്. എന്താ? കിക്ക് ഓഫ്, നമ്മൾ തൊഴിച്ച് കളയാനാണ് പറയുന്നത്. അല്ലെങ്കിൽ സ്വീപ്പ് അവേ വിത്ത് ദ ബ്രൂം, നമ്മൾ ചൂല് വെച്ച് അതിനെ തൂത്ത് കളയാനാ പറയുന്നത്. അത്ര സ്ട്രോങ് ആയിട്ട് പറയാണ് അങ്ങനത്തെ ഒരു ധർമ്മം നമ്മൾ ഫോളോ ചെയ്യല് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് എന്താണ് നമ്മൾ അങ്ങനത്തെ മതം ഫോളോ ചെയ്യുന്ന? എന്തിനാണ്? നമ്മൾക്ക് ഭൗതികമായ ഓരോ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനത്തെ കൈതവ ധർമ്മത്തെ നമ്മൾ പിടിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ അടുക്ക പറയും ഇന്നത് ചെയ്താൽ ഇന്ന ലാഭം കിട്ടും. വേദങ്ങളിൽ തന്നെ നോക്കുകയാണെങ്കിൽ വേദത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ ഈ പ്രവർത്തികളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഈ പൂജകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറ്റും എന്നൊക്കെ പറയുക. അപ്പൊ അതെല്ലാം നമ്മളെ കളിപ്പിക്കുകയാണ്. അവിടെ ഈ ഭൗതിക ലോകത്തിൽ തന്നെയാണ് സ്വർഗവും. അപ്പൊ സ്വർഗം എന്ന് പറയുന്നതും ടെമ്പററിയാണ്. എന്ന് വെച്ചാൽ അതിന് ശാശ്വതമായ ഒരു നിലനിൽപ്പില്ല. അത് പ്രളയം വന്ന് ബ്രഹ്മാവിന്റെ കാലം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈവൻ ബ്രഹ്മാവിന്റെ ഓരോ ദിവസം കഴിഞ്ഞ് ബ്രഹ്മാവ് ഉറങ്ങാൻ നേരത്ത് രാത്രിയാകുമ്പോ തന്നെ പ്രളയം വന്ന് ഇതിനെ എല്ലാം നശിപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു സ്വർഗത്ത് പോയിട്ട് എന്താ അർത്ഥമുള്ളത്? മാത്രവുമല്ല ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലേ, 9.16 എന്തോ ആണെന്ന് തോന്നുന്നു, 13 ആണെന്ന് തോന്നുന്നു, അല്ല 21ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തേതം ഭൂക്ത്വാ സ്വർഗലോകം വിശാലം ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അപ്പൊ എന്താ പറയുന്നത്? ക്ഷീണേ, നമ്മൾക്ക് കുറെ പുണ്യം ഉള്ളപ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത്. നമ്മൾ കുറേ പുണ്യ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സ്വർഗലോകത്ത് പോകാം. പക്ഷെ ആ പുണ്യം തീരുമ്പോൾ, ഇത് ഈ ബാങ്കിൽ കുറെ പൈസ ഇട്ടിട്ട് നമ്മൾ കുറച്ചായിട്ട് വലിക്കുമ്പോൾ ആ പൈസ കൊടുക്കാൻ തീരും, അല്ലേ? അതുപോലെയാണ് നമുക്ക് പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ഉള്ളത്. അപ്പൊ പുണ്യകർമ്മങ്ങൾ നമുക്ക് കുറെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാം, ആസ്വദിക്കാം അവിടെ. പക്ഷേ എന്താ പറ്റുന്ന? അതിൽ നിന്ന് പുണ്യങ്ങൾ കുറഞ്ഞു പോവുകയാണ്. നമ്മൾ ഓരോ കൊല്ലവും അവിടെ ജീവിക്കുമ്പോ അത്രയും നമ്മൾ കാശ് കൊടുത്തു പോവുകയാണ് സ്വർഗത്ത്. എന്താണ് കാശ്? നമ്മളുടെ പുണ്യകർമ്മങ്ങള്. അപ്പൊ ആ പുണ്യം തീരുമ്പോഴ് ഡുംന്നും പറഞ്ഞ് നമ്മൾ തിരിച്ച് മർത്യലോകത്ത് വരും, ഈ ഭൂമിയിലോട്ട് വരും. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഹെവൻലി പ്ലഷേഴ്സ് ഒക്കെ നമുക്ക് ആസ്വദിക്കാം കുറച്ചു കാലം. അത് എക്സോസ്റ്റഡ് ആകുമ്പം, നമ്മളുടെ പുണ്യമെല്ലാം തീർന്നു പോകുമ്പോൾ അവർക്ക് തിരിച്ച് ഈ മർത്യലോകത്തേക്ക് വരേണ്ടി വരും. അപ്പൊ ഈ വേദങ്ങളില് 3 വേദങ്ങളിൽ പറയുന്നത് അതൊക്കെയാണ്. ഏവം ത്രയീ ധർമ്മം അനുപ്രാപന്ന ഗതാഗതം കാമ ലഭന്തേ എന്ന് പറഞ്ഞാല് ഈ 3 വേദങ്ങൾ പറയുന്ന എന്താണ്? ഇതിന് എൻജോയ്മെന്റ്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടി ആണ് വേദങ്ങൾ ഓരോ കാര്യങ്ങൾ പറയുന്ന ചെയ്യാന്. പക്ഷെ അത് നമ്മൾക്ക് തരുന്ന എന്താണ്? ഈ ജനന മരണ ചക്രത്തിൽ നമ്മൾ പിന്നെയും അതില് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോഴ്
നമ്മൾ കുറെ പൂജകള്, നമ്മൾ തീർത്ഥയാത്രകള് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓരോ മത ആചാരങ്ങളാണ്. ആ ആചാരങ്ങളൊക്കെ പക്ഷെ എന്താണ്, അത് നമ്മളെ ഭൗതികതയിൽ തന്നെ, നമ്മളുടെ മനസ്ഥിതി ഭൗതികതയിൽ തന്നെ ആണ്ടിരിക്കും. അതിനെയാണ് ശ്രീമദ് ഭാഗവതം ഇവിടെ കണ്ടം ചെയ്യുന്നത്. കണ്ടം ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ വേണ്ട, അതല്ല നമ്മളുടെ എയിം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതം അതിനെയാണ്. എന്നാൽ പല റിലിജിയൻസും ഇതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ സംഗതി എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നത് അതല്ല നമ്മളുടെ എയിം, ഹ്യൂമൻ ബോഡിയിൽ നമ്മളുടെ എയിം ഇതായിരിക്കല് എന്ന് പറയുന്നു. അപ്പൊ ഈ ധർമ്മം, കൈതവ ധർമ്മം കളയണം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ ഈ 1-ാം സ്കന്ധത്തിൽ 4, 5, 6 അധ്യായങ്ങളിൽ പറയുന്നുണ്ട്. നാരദ വ്യാസ സംവാദത്തില് എന്നുവെച്ചാൽ നാരദൻ വ്യാസനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് ഈ കൈതവ ധർമ്മം, അത് എന്തുകൊണ്ട് കളയണം, ഇതെല്ലാം പറയുന്നുണ്ട്. ഇതാണ് ഫണ്ടമെന്റൽ ഈ ശ്രീമദ് അപ്പൊ നമ്മൾ ഇതുപോലത്തെ കൈതവ ധർമ്മം ഫോളോ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ ലാപ്ടോപ്പ് വാങ്ങുന്ന പോലെയായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടേണ്ടത് ഈ ഹ്യൂമൻ ലൈഫിൽ നമുക്ക് നേടാവുന്നതിൽ നിന്ന് വളരെ കുറച്ചേ നമ്മൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾക്ക് അതിനെക്കാട്ടിലും നേടാൻ പറ്റും. ഈ മനുഷ്യ ജന്മം എടുത്തിട്ട് നമുക്ക് അതിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ ഉണ്ട്, നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് ഇതിലും കൂടുതൽ ഉയരാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ മതങ്ങൾ തരുന്നത് വളരെ കുറച്ച് സംഗതിയാണ്. എന്താണ് തരുന്നത്? അവർ കൂടിപ്പോയാൽ സ്വർഗം വരെ പോകാനുള്ളതേ തരുന്നുള്ളൂ. അത് ഫോളോ ചെയ്തോണ്ട് അതിൽ പറയുന്ന യജ്ഞങ്ങളും ഓരോ പൂജകളും ഒക്കെ ചെയ്താലും എവിടം വരെ അവരെത്തിക്കും? അവരെത്തിക്കുന്നത് സ്വർഗം വരെയുള്ളൂ. അങ്ങനെയുള്ള മതങ്ങള് നമ്മൾ ഉപേക്ഷിക്കണം. അപ്പൊ ഈ ഹ്യൂമൻ ലൈഫില് നമ്മൾ റിലിജിയൻ പ്രാക്ടീസ് ചെയ്യുമ്പം അത് നമ്മൾക്ക് കിട്ടേണ്ടത് മുഴുവൻ തരണം, അല്ലേ? അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അർത്ഥമില്ല. ഈ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഭൗതികതയിൽ നിന്ന് ഇറങ്ങിപ്പോകാം, ഈ ഭൗതിക ലോകത്തു നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണത്. അത് എങ്ങനെയാ? ഈ റോക്കറ്റൊക്കെ നമ്മൾ വിക്ഷേപിക്കില്ലേ? വിക്ഷേപിക്കാന്നല്ലേ പറയുന്നത്? നമ്മൾ റോക്കറ്റ് വിടുന്നതിന്റെ ലോഞ്ചിങ് പാഡ് എന്ന് പറയും, അല്ലേ? ആ ലോഞ്ചിങ് പാഡാണ് ഈ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്, നമ്മുടെ മനുഷ്യ ജന്മം എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ലോഞ്ചിങ് പാഡാണ്. അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഭൗതിക ലോകം, അത് ശാശ്വതമല്ലാത്ത ഈ ഭൗതിക ലോകത്ത് ആത്മീയ ലോകത്തിലേക്ക് നമ്മളെ റോക്കറ്റ് പോലെ നമ്മളെ വിടാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ ഹ്യൂമൻ ലൈഫ്. ഈ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു സാറ്റലൈറ്റ് ഒക്കെ വിടുന്ന ഒരു ലോഞ്ചിങ് പാഡ് പോലെയാണ്. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ നല്ലോണം വേഗം ആത്മീയ ലോകത്തിലേക്ക് പോകാം. അത് ഈ മെറ്റീരിയൽ, ഈ ഭൗതികതയൊക്കെ വിട്ട്, ഈ ഭൗതികതയില് എന്തൊക്കെ മിസറീസ് ഉണ്ട്, അല്ലേ? എന്തൊക്കെ ക്ലേശങ്ങളുണ്ട്. ആ ക്ലേശങ്ങളിൽ നിന്നൊക്കെ മാറി നമ്മൾക്ക് ഇറ്റേണൽ വേൾഡ്, ശാശ്വതമായ ലോകം, അതിനെ വൈകുണ്ഠം എന്ന് പറയും. കുണ്ഠം എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങൾ, നമ്മളുടെ മിസറീസ്, നമ്മളുടെ ആൻസൈറ്റീസ്, നമ്മളുടെ ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ഓരോ ജിജ്ഞാസ ഉത്കണ്ഠ, അത് എന്താ ഉത്കണ്ഠ, ഉത്കണ്ഠ, ഉത്കണ്ഠ. ആകാംക്ഷ. അപ്പൊ അതെ, ഈ ഉത്കണ്ഠകളിൽ നിന്നൊക്കെ പോവുക. വൈകുണ്ഠ എന്ന് പറഞ്ഞ ആ ഉത്കണ്ഠകളൊന്നും ഇല്ലാത്ത സ്ഥലം. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് ഈ ഹ്യൂമൻ ലൈഫ് നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം, 100% യൂട്ടിലൈസ് ചെയ്യണം. ഈ കൈതവ ധർമ്മമൊക്കെ നമുക്ക് വളരെ കുറച്ചേ തരുന്നുള്ളൂ. നമ്മൾ കുറെ പൈസയൊക്കെ കൊടുത്തിട്ട് പൂജകളും ഒക്കെ ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഫുൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തുനിന്ന് പോകണം എന്നുള്ളതാണ്. അത് തരുന്നില്ല, നമ്മൾക്ക് സ്വർഗം വരെയൊക്കെ പോകാനുള്ളതേ തരുന്നുള്ളൂ. അപ്പൊ ഈ ഭൗതികത എന്ന് വെച്ചാല് നമ്മൾക്ക് ഈ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള വസ്തുക്കളോടുള്ള ആകാംക്ഷ, അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തുള്ള സംഗതികളോടുള്ള അറ്റാച്ച്മെന്റ് ആണ്, ആസക്തിയാണ് ഭൗതികത എന്ന് പറഞ്ഞാല്. അതിന് നമ്മളെ ഈ സംസാര ചക്രത്തിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ഇപ്പോഴും കുറെ ഭൗതിക സംഗതികളൊക്കെ ചെയ്യും. അത് നമുക്ക് മതമില്ലാതെയും നമ്മൾ ഭൗതികതയിൽ അറ്റാച്ച്ഡ് ആവും അല്ലെ. മൃഗങ്ങളും ഒക്കെ ഭൗതികതയിൽ അറ്റാച്ച്ഡ് ആണ്. പക്ഷേ റിലീജിയസ് ഭൗതികത എന്ന് പറഞ്ഞാൽ, മതപരമായ ഭൗതികത എന്ന് പറഞ്ഞാല് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് എന്തിനാണ്? നമുക്ക് പൈസ കിട്ടണം, നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദനം വേണം, ഇതിനൊക്കെ തന്നെയാണ് അപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത്. പക്ഷേ റൂൾസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറെ മതങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. ആ റൂൾസ് ഒക്കെ ഫോളോ ചെയ്ത് വേറൊരാളെ കബളിപ്പിച്ചിട്ടൊന്നും കാര്യങ്ങൾ നേടില്ല. നമ്മൾ കറക്റ്റായ വഴി കൂടെ തന്നെ നേടുന്നു. എന്നാലും നമ്മള് അതെല്ലാം നമ്മളുടെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇപ്പൊ ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്ന് പറയും. അത് വേദങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ധർമ്മം ചെയ്താൽ, നമ്മൾ മതം ഫോളോ ചെയ്താൽ, നമ്മൾ പൂജകളും അങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് അർത്ഥം കിട്ടും. അർത്ഥം എന്ന് പറഞ്ഞാൽ കാശുണ്ടാവും. ആ കാശ് ഐശ്വര്യങ്ങൾ ഉണ്ടാകും. ആ കാശ് കൊണ്ട് നമുക്ക് നമ്മുടെ ഇന്ദ്രിയ പൂർത്തി ചെയ്യാം. കാമ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ആ കാശ് ഉപയോഗിക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് മടുത്ത് കഴിയുമ്പം നമ്മൾക്ക് മോക്ഷത്തിനും ശ്രമിക്കാം. അതിന് നമ്മൾ പറയും 4 പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. അർത്ഥം എന്ന് പറഞ്ഞാല് പേർപ്പസ്, അതിന്റെ അർത്ഥം, ഈ ജന്മത്തിന്റെ അർത്ഥം, അല്ലെങ്കിൽ അതിൻ്റെ എന്താ ഗോള്, നമ്മൾ ചെയ്യുന്നതിൻ്റെ ഒടുക്കൽ എന്താണ് നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത്, അതാണ് ഈ 4 പുരുഷാർത്ഥങ്ങൾ. ഇത് ധർമ്മ അർത്ഥ കാമ മോക്ഷം. ഇപ്പൊ നമ്മൾ ധർമ്മം ഫോളോ ചെയ്ത് അർത്ഥമുണ്ടാക്കുന്നു, അതിൽ കൂടി നമ്മൾ കാമം പൂർത്തിയാകുന്നു, എന്നിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ മോക്ഷത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നു. പക്ഷെ ഇതെല്ലാം നമ്മൾ ഭൗതിക ഇച്ഛയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഈവൻ മോക്ഷം പോലും നമ്മൾ ചെയ്യുന്നത് സെൽഫിഷ് മോട്ടീവായിട്ടാണ്. നമ്മൾക്ക് അപ്പോഴും നമ്മളുടെ ആ ഭൗതിക മനോഭാവം മാറുന്നില്ല. ഈവൻ മോക്ഷത്തിന് കിട്ടിയാൽ പോലും അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നത് പോലും ഭൗതികതയിൽ പെടുന്നു. എന്താന്ന് വെച്ചാൽ ഭക്തന്മാർക്ക് മോക്ഷം പോലും വേണ്ട. ഭക്തന്മാർക്ക് എന്താ വേണ്ടത്? ഭഗവാനെ സേവിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് ഭൂമിയിലായാലും നരകത്തിലായാലും സ്വർഗത്തായാലും എവിടെയായാലും ആത്മീയ ലോകത്തിലിരുന്നാലും അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഭഗവാനെ സേവിക്കുക, ഭഗവാനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മോക്ഷം നമ്മള് ധർമ്മം അർത്ഥ കാമ മോക്ഷത്തിലെ മോക്ഷവും കൈതവ ധർമ്മത്തിൽപ്പെടും. അതും ആ തരത്തിലുള്ള ലിബറേഷനും നമ്മൾ എന്തിനു വേണ്ടിയാണ്? നമ്മളുടെ ഒരു സെൽഫിഷ്നെസ്സിന് വേണ്ടിയാണ്. നമുക്ക് ഈ ഭൗതികത എല്ലാം മടുത്തു.
അപ്പൊ നമുക്ക് എന്നാല് ഭഗവാനെ പോലെ സുഖിക്കാൻ, ഭഗവാന്റെ അടുത്ത് പോയി സുഖിക്കാൻ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ചെയ്യുന്നതാണ് ആ ലിബറേഷൻ. ഭഗവാന് പോലും നമ്മൾ ചിന്തിക്കുന്നില്ല ഈ ഒരു സ്റ്റേജിൽ. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്? നമ്മൾക്ക് ഈ ഭൗതികതയിൽ നിന്ന് രക്ഷപ്പെടുക. അതാണ്, ആ മോക്ഷമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭൗതികതയിൽ നിന്നുള്ള മോക്ഷം, അതും കൈതവ ധർമ്മം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവര് ആരെ പോലെയാണ്? അവര് ഗോകരഹ എന്ന് പറയുന്നു. അവര് പശുക്കളെയും, ആസ് എന്ന് പറഞ്ഞാല് ഡോങ്കിക്ക് എന്താ പറയുന്നത്? കഴുത അല്ലെ? അപ്പം പശുവിനെയും കഴുതകളെയും പോലെയാണ് അവര്, അല്ലാതെ വ്യത്യാസമൊന്നുമില്ല എന്ന്. നമ്മളുടെ നമ്മളുടെ ആത്മാവെന്ന് പറയുന്ന ഈ ശരീരമാണ്. എന്നിട്ട് നമ്മൾക്ക് ഭാര്യയ്ക്കും മക്കൾക്കും അവരെല്ലാം നമ്മളുടെ ഓണാണ്, നമ്മളുടെ സ്വന്തമാണ് അവരെല്ലാം. അവര് ശാശ്വതമായിട്ട് നമ്മളുടെ കൂടെ കാണും. എന്നിട്ട് നമ്മൾ ജനിച്ച ഭൂമി അതെല്ലാം വർഷിപ്പബിൾ ആണ്, അതൊക്കെ ആരാധിക്കേണ്ടതാണ്. ഈ നമ്മൾ തീർത്ഥാടനത്തിനൊക്കെ പോവും. അത് എന്തിനാ? വെറുതെ അവിടെ പോയി വെള്ളമെടുത്ത് തലയിൽ ഇടുകയും അങ്ങനെയല്ല. അല്ലാതെ അവര് അവിടെ പോകുമ്പോഴ് അവിടെയുള്ള സേജസിനെ കണ്ട് എന്തെങ്കിലും ആത്മീയമായിട്ട് നേടാനുള്ള ഉദ്ദേശത്തിലല്ല അവര് പോകുന്നത്. അവര് ജസ്റ്റ് എല്ലാരും തീർത്ഥാടനത്തിന് പോകുന്നു, നമ്മളും തീർത്ഥാടനത്തിന് പോകുന്നു, കുറച്ച് ഗംഗാജലമൊക്കെ എടുത്തോണ്ട് വരുന്നു, അത്രേ ഉള്ളൂ. അതൊക്കെ അല്ല നമ്മളുടെ എയിം വേണ്ടത്. അങ്ങനത്തെ ആൾക്കാര് is no better than a cow or an ass എന്നാ പറയുന്നത്. അവർക്ക് അല്ലാതെ അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല. അപ്പം ശ്രീമദ് ഭാഗവതം ഫോക്കസ് ചെയ്യുന്ന എന്തിനെയാണ്? നമ്മൾ കൈതവ ധർമ്മം നമ്മൾ കളയണം. ഈ ഭൗതികമായ ഉള്ള മതം, അത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിനെ എല്ലാം നമ്മൾ കളയണം. അതല്ല നമ്മളുടെ എയിം ഓഫ് ലൈഫ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ശ്രീമദ് ഭാഗവതം ആസ്വദിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അർത്ഥം മനസ്സിലാകുള്ളൂ. എന്നിട്ട് പറയുന്നു, പരമോ നിർമത്സരാണാം സദാം. പരമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹയ്യസ്റ്റ്. എന്താണ്? നിർമത്സരാണാം സദാം. സദാം എന്ന് പറഞ്ഞ ഡിവോട്ടീസ്, ഭക്തന്മാര്. സത്ത് എന്ന് പറഞ്ഞ ഇറ്റേർണൽ അല്ലെ? അപ്പൊ അവരുടെ ഫോക്കസ് എവിടെയാണ്? ഈ ഭൗതികതയിലല്ല, ഇറ്റേർണൽ ആയിട്ടുള്ള ശാശ്വതമായ കാര്യത്തിലാണ് അവരുടെ ഫോക്കസ്. അവര് എയിം ചെയ്യുന്നത്, അവര് മനസ്സ് കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? ഇറ്റേർണൽ ആയിട്ടുള്ള സംഗതിയിലാണ് അവര് ഫോക്കസ് കൊടുക്കുന്നത്. അവരെയാണ് സദാം എന്ന് പറയുന്നത്. സത്തിൽ അവര് ഫോക്കസ് കൊടുക്കുന്നുണ്ട്, അവര് സദാമായി. എന്നിട്ട് നിർമത്സരാണാം. മത്സര എന്ന് പറഞ്ഞ എന്താണ്? മാത്സര്യം എന്ന് പറഞ്ഞാല് envy അല്ലെ? ബാക്കിയുള്ളവരോട് കുശുമ്പ്, അസൂയ. ആ നിർമത്സരാണാം എന്ന് പറഞ്ഞ കുശുമ്പില്ലാത്തവര്, അവര് വളരെ പ്യൂറാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് കുശുമ്പേ ഇല്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് ഭാഗവതം വായിച്ചാലും മനസ്സിലാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അല്ലാത്ത മതങ്ങളെല്ലാം ചീറ്റിംഗ് ആണ്. നമ്മൾ 100 രൂപ കൊടുത്തിട്ട് 1 രൂപയ്ക്ക് വേർത്തുള്ള സംഗതി വാങ്ങുന്ന പോലെയാണ്. നമ്മളുടെ ഹ്യൂമൻ ലൈഫ് മുഴുവനും നമ്മൾ യൂട്ടിലൈസ് ചെയ്യാണ് ഇതുപോലത്തെ പൂജകളും ഒക്കെ ചെയ്യാൻ. ആ ലൈഫ് മുഴുവൻ നമ്മൾ വേസ്റ്റ് ആക്കുകയാണ് ഈ പൂജയൊക്കെ ചെയ്യാൻ. അതിൻ്റെ വെർത്ത് എത്രയാണ്? അതിന് എത്രയുണ്ട് മൂല്യം? 1 രൂപയുടെ മൂല്യമേ ഉള്ളൂ. നമ്മളുടെ ഹ്യൂമൻ ലൈഫ്, ഈ ശരീരം, നമ്മളുടെ ഈ ഒരു ശരീരമല്ല, ഈ ഒരു ജന്മത്തിന് 100 രൂപ ഉണ്ട് അതിൻ്റെ മൂല്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പൂജകളും ഒക്കെ ചെയ്യുന്ന കൊണ്ട് നമ്മൾ 1 രൂപയുടെ മൂല്യത്തിന്
വെർത്തായ സംഗതിയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നമ്മളെ തന്നെ കബളിപ്പിക്കുകയാണ്, നമ്മൾ ചീറ്റ് ചെയ്യാണ്. അപ്പം ഈ നമ്മളുടെ മനുഷ്യ ജന്മം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കേണ്ടത്? ഭഗവാനിൽ വേണം നമ്മൾ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ ഭഗവാനെ മനസ്സിലാക്കാൻ വേണം അത് യൂട്ടിലൈസ് ചെയ്യാൻ. നമുക്ക് ശാശ്വതമായ സന്തോഷം ഭഗവാന്റെ അടുക്കൽ ചെല്ലുമ്പോൾ കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്തില്ല നമ്മൾ ഈ ഭൗതികമായ ഈ മതപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന ഫലം ടെമ്പററി ആയിരിക്കും എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. ആ പുണ്യം നമ്മൾ ഈ പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പുണ്യം കിട്ടുന്നുണ്ട്. ആ പുണ്യം നമ്മളെ സ്വർഗം വരെയും എത്തിക്കും. എന്നിട്ട് ആ പുണ്യമൊക്കെ തീർന്നു കഴിയുമ്പോൾ നമുക്ക് തിരിച്ച് ഈ ഭൂമിയിൽ തന്നെ വരേണ്ടി വരും. മർത്യലോകം, മനുഷ്യര് താമസിക്കുന്ന ലോകത്ത് തന്നെ തിരിച്ചു വരേണ്ടി വരും. അപ്പൊ നമ്മള് അതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തു നമ്മളുടെ ജീവിതം എന്ന് വെച്ചാൽ അത് നമ്മളുടെ പൊട്ടൻഷ്യൽ, നമ്മൾക്ക് എത്രയുണ്ട് നമ്മൾക്ക് കിട്ടാൻ സാധ്യത, അതിനെ നമ്മള് മുഴുവനും യൂട്ടിലൈസ് ചെയ്യുന്നില്ല, നമ്മൾ അത് മുഴുവനും പ്രയോജനപ്പെടുത്തുന്നില്ലാത്ത പോലെ ആകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇനി എന്താണ്? മതം അനുഷ്ഠിക്കുകയാണെങ്കിൽ അത് നമ്മളെ കൊണ്ട് എത്തിക്കേണ്ടത് എവിടെയാണ്? ഭഗവത് പ്രേമത്തിൽ കൊണ്ടെത്തിക്കണം. നമ്മൾ ഭഗവാനെ സ്നേഹിക്കുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവരണം. അത് ശ്രീമദ് ഭാഗവതത്തിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ 2ാമത്തെ ചാപ്റ്ററില് 8ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്. ധർമ്മസ്വനിഷ്ഠിത പുംസാം വിശ്വക്സേന കഥാസുയഃ നോത്പദ്യേത് യതി രതിം ശ്രമ ഏവഹി കേവലം എന്ന് പറഞ്ഞാൽ എന്താ? ധർമ്മ സ്വനിഷ്ഠിത പുംസാം, നമ്മളുടെ സ്വന്തം ആയിട്ട് അനുഷ്ഠിക്കുന്നു ധർമ്മം എന്നുണ്ടെങ്കിൽ, എന്നിട്ട് വിശ്വക്സേന എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു അവതാരമാണ്. അപ്പൊ ഭഗവാൻ തന്നെ, ഭഗവാന്റെ കഥകളും ഭഗവാന്റെ പറയുന്ന ഇൻസ്ട്രക്ഷൻസ്, നിർദ്ദേശങ്ങളും ഒന്നും നമ്മൾ അനുസരിക്കാതെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ധർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ എന്താണ് പറയുന്നത്? ന ഉത്പദ്യേത് യതി രതിം, അതുകൊണ്ട് നമ്മൾക്ക് ഉള്ളില് രതിം എന്ന് പറഞ്ഞ അട്രാക്ഷൻ, ഭഗവാനോടുള്ള അട്രാക്ഷൻ നമുക്ക് അതുകൊണ്ട് ഉത്പദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് ജനിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രമ ഏവഹി കേവലം, അത് കേവലം വെറുതെ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഭഗവാനെ 3 തരത്തിൽ നമ്മൾക്ക് വിഷ്വലൈസ് ചെയ്യാം. നമ്മൾക്ക് 3 തരത്തിൽ ഭഗവാനെ നമ്മൾക്ക് കാണാൻ കഴിയും. അത് ഒന്ന് ബ്രഹ്മമായിട്ട്, ബ്രഹ്മജ്യോതി എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഭഗവാന് ബ്രഹ്മമാണ് എന്ന് നമുക്ക് കരുതാം. പിന്നെ പരമാത്മാവായിട്ട് നമ്മൾക്ക് കാണാം, പിന്നെ ഭഗവാനായിട്ട് നമ്മൾക്ക് കാണാം. അങ്ങനെ 3 ആസ്പെക്ട്സിൽ, 3 തരത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ കഴിയും. അത് ഇപ്പം സൂര്യനെ സൂര്യപ്രകാശമായിട്ട്, അല്ലെ, സൂര്യപ്രകാശവും സൂര്യൻ തന്നെയാണ്, അപ്പൊ സൂര്യപ്രകാശമായിട്ട് കാണാം. പിന്നെ സൂര്യഗോളം, നമ്മൾ കാണുന്ന ആകാശത്ത് കാണുന്ന ആ ഗോളമായിട്ട് നമ്മൾക്ക് ഭഗവാനെ അങ്ങനെ. പിന്നെ സൂര്യഭഗവാന്, അതിൻ്റെ അകത്ത് ആ ഗോളത്തില് ഒരു സൂര്യഭഗവാനുണ്ട്. അപ്പൊ ഈ 3 തരത്തിൽ നമ്മൾ സൂര്യനെ കാണാവുന്ന പോലെ
ഭഗവാനെ നമ്മൾ ബ്രഹ്മജ്യോതിയായിട്ട് കാണാം. അത് ഭഗവാന്റെ തന്നെ പ്രഭയാണ് ആ ജ്യോതിയായിട്ട് കാണുന്നത്. ആ ഭഗവാന്റെ പ്രഭ അല്ലെ ബ്രഹ്മജ്യോതിയായിട്ട്, അല്ലെങ്കിൽ പരമാത്മാവായിട്ട്, ഭഗവാന്റെ ഒരു അംശമാണ് പരമാത്മാവായിട്ട് ഓരോരുത്തവരുടെ ഉള്ളിലുള്ളത് അല്ലെ. അത് ഭഗവാൻ തന്നെ വിസ്തരണം ചെയ്യുന്നതാണ് പരമാത്മാവായിട്ട്. എല്ലാ അണുവിൽ പോലും ഉണ്ട്. അപ്പൊ ആ പരമാത്മാ രൂപത്തിൽ നമുക്ക് ഭഗവാനെ കാണാം, നമ്മൾക്ക് ചിന്തിക്കാം അങ്ങനെ. അല്ലെങ്കിൽ ഭഗവാനായിട്ട് നമുക്ക് ചിന്തിക്കാം, ഒരു രൂപമുള്ള നമ്മളെ പോലെയുള്ള ഒരു വ്യക്തിയായിട്ട് ചിത്രീകരിക്കാം. അത് നമ്മളുടെ ആധ്യാത്മികമായിട്ട് എത്ര നമ്മൾ പുരോഗമിക്കുന്നു അതുപോലെ ഇരിക്കും. നമ്മള് ആത്മീയതയിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ജ്യോതിസാണ്. ചില റിലിജിയൻ അല്ല, ചില ഇവരുടെ ഫിലോസഫി എന്താണ്, നമ്മൾ കണ്ണടച്ച് ഒരു ജ്യോതിയെ നമ്മൾ കേന്ദ്രീകരിക്കാൻ പറയും അല്ലെ. നമ്മൾ അതിനെയാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു ജ്യോതി കാണുമ്പോൾ അതാണ് ഭഗവാൻ എന്ന് പറയുന്നു. വേറെ കുറച്ചും കൂടി നമ്മൾ സ്പിരിച്വൽ ആത്മീയതയിൽ മുന്നേറുമ്പം നമുക്ക് പരമാത്മാവാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുന്ന പരമാത്മാവാണ്, നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള പരമാത്മാവാണെന്ന് നമ്മൾ പറയുന്നു. കുറെ കൂടി നമ്മൾ അഡ്വാൻസ് ചെയ്യുമ്പം നമ്മൾ പറയും ഇതെല്ലാം ശരിയാണ്, ബ്രഹ്മജ്യോതി ആയാലും പരമാത്മാവും എല്ലാം ഭഗവാൻ തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഒരു വ്യക്തിയായിട്ട് ഭഗവാന്റെ ലോകത്തുണ്ട്. ഇതെല്ലാം ഈ ഭൗതിക ലോകവും ആത്മീയ ലോകവും എല്ലാം സൃഷ്ടിച്ച ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്ക് ഒരു ധാമമുണ്ട്, ആ ധാമത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ കുറെ കൂടി അഡ്വാൻസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാകുന്നു. അങ്ങനെ 3 തരത്തിലുണ്ട് എന്ന് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദയതേ എന്ന് പറയുന്നു. അത് ഒരു ട്രെയിനിന്റെ എക്സാമ്പിൾ എടുത്താലും, ആദ്യം നമ്മൾ ട്രെയിനിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പൊ ട്രെയിൻ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ശബ്ദം കേൾക്കാം അല്ലെ. ട്രെയിൻ വരുന്നതിന്റെ ശബ്ദം കേൾക്കാം. ലൈറ്റ് ഇട്ടിട്ടുണ്ട്, ലൈറ്റ് ഇരുട്ട്, രാത്രിയിലാണെങ്കിൽ ലൈറ്റ് കാണാം, ദൂരേന്നേ ലൈറ്റ് കാണാൻ പറ്റും. അപ്പൊ അത് ട്രെയിനാണ് എന്ന് മനസ്സിലാകുന്നു അല്ലെ. പിന്നെ കുറച്ചും കൂടെ അടുത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു എഞ്ചിന്, ആ എഞ്ചിന്റെ പുറകെ കുറെ ബോഗീസ്. അപ്പൊ അതാണ്, ഈ എഞ്ചിനാണ് ഭഗവാൻ എന്ന് പറയും. ട്രെയിന് എന്ന് പറയുന്ന ഈ എഞ്ചിനാണ്, അതിന്റെ ബോഗികളുമാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടെ അടുത്ത് വന്ന് അത് നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നു എഞ്ചിന്റെ ആ ഇതില് ഒരു ഡ്രൈവറും ഇരിപ്പുണ്ട്. അപ്പൊ എഞ്ചിൻ ഡ്രൈവറാണ് ഈ ഇതിനെ എല്ലാത്തിനെയും കൊണ്ടുപോകുന്നത് എന്ന് മനസ്സിലാകുന്നു. അതുപോലെയാണ് ഭഗവാന് 3 ഫീച്ചേഴ്സ് ഉള്ളത്. ബ്രഹ്മജ്യോതിയായിട്ടും നമുക്ക് പരമാത്മാവായിട്ടും ഭഗവാനായിട്ടും 3 തരത്തിൽ നമ്മൾക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോഴേ എഞ്ചിനായിട്ട് ആരാണ് അപ്പം? പരമാത്മാവാണോ? ഭഗവാൻ? പരമാത്മാവ്. എഞ്ചിനും എന്താ പരമാത്മാവ് ഭഗവാൻ തന്നെയല്ലേ? ഭഗവാനെയും എഞ്ചിനായിട്ട് സങ്കല്പിച്ചൂടെ? ആ എഞ്ചിൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന്റെ അകത്തൊരു ഡ്രൈവർ വേണം അല്ലേ. ഈ സൂര്യഗോളം പോലെയാണ് ഈ എഞ്ചിൻ അല്ലെ. എഞ്ചിനും ബോഗിയും ആ ട്രെയിൻ സച്ച്, അത് സൂര്യഗോളം പോലെ. എന്നിട്ട് ആ സൂര്യഗോളത്തിന്റെ അകത്ത് ഒരു ദേവനുണ്ട്. അതുപോലെയാണ് ഭഗവാൻ. ഭഗവാന് ഒരു വ്യക്തി രൂപത്തില് ഭഗവാന്റെ ധാമത്തിലുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും അഡ്വാൻസ്ഡ് ആയി എന്ന് പറയുന്നത്.
ഭഗവാൻ എന്ന് പറയുന്ന നമ്മളെപ്പോലെ ഒരു വ്യക്തി തന്നെയാണ്. വ്യക്തി അല്ല എന്ന് വിചാരിച്ചാല് നമ്മൾക്കിപ്പം വെറും വായുവിനോട് നമുക്ക് വിനിമയം നടത്താൻ പറ്റുമോ? നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ ഈ സ്നേഹമൊക്കെ പ്രകടിപ്പിക്കണമെങ്കിൽ ഒരു വ്യക്തിയും തമ്മിൽ വേണം, അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഭഗവാൻ ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നതും നമ്മൾക്ക് തിരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതും. അങ്ങനെ ഒരു വ്യക്തി രൂപമില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എങ്ങനെയാ എല്ലാം ഭഗവാനാണ്, ഈ കാണുന്നതെല്ലാം ഭഗവാനാണ്, നമ്മളും ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ അതിലൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല, അല്ലേ? നമുക്ക് ആരുമായിട്ടാണ് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്? എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ദൈവമാണ്. ഞാനും ദൈവം, നിങ്ങളും ദൈവം, എല്ലാവരും ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമുക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. നമ്മൾ ഈ ഹ്യൂമൻ ലൈഫ് അല്ലെങ്കിൽ ഏത് മൃഗമായാലും ഏത് ലിവിങ് ബീയിങ്ങിനും ഏറ്റവും നോക്കുന്നത് എന്താണ്? അവർക്ക് സ്നേഹം ആണ് അന്വേഷിക്കുന്നത്, അല്ലെ? നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്ന സ്നേഹം എവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ സ്നേഹം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി തന്നെ വേണം. അപ്പുറത്തെ വശത്ത് ഒരു വ്യക്തി ഉണ്ടെങ്കിലേ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഭക്തന്മാര് എപ്പോഴും ഒരു ഭഗവാന് ഉണ്ട്, ആ ഒരു വ്യക്തിയായ ഒരു ഭഗവാനുണ്ട്, എന്നിട്ട് ആ വ്യക്തിയുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഒരു മിനിറ്റ്, എല്ലാരും ചിലപ്പം ഇത് എന്നിട്ടും മാറുന്നില്ലല്ലോ ശബ്ദം. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പൊ അതാണ് നമ്മള് ഭഗവാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ന് ഉള്ളതിന് പ്രൂഫ്. അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് അങ്ങനെ ഒരു വ്യക്തി അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പറയുന്നത്? വെറും ഈ ഓൾ പെർവേസീവ് ആയിട്ട് എല്ലായിടവും പരന്നിരിക്കുന്ന ആണ് ഭഗവാന് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കും നമ്മുടെ സ്നേഹം, അല്ലേ? അതാണ് ഞാനത് മ്യൂട്ട് ചെയ്യും തോറും അത് തുറക്കുന്നല്ലോ. ഹരികൃഷ്ണ മാതാജി, എല്ലാവരോടും മ്യൂട്ട് ചെയ്യാൻ പറയൂ, അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട്. അത് കേൾക്കുന്ന പോലും ഇല്ല, അതാണ് പ്രശ്നം. ഹരേ കൃഷ്ണ. അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ വർത്താനത്തിലാണ്, അത് കാരണം നമ്മൾ പറയുന്ന കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ മീനിങ്. നമുക്ക് വായിച്ചു നോക്കാം, കുറെ കൂടുതൽ കാണും പ്രഭുപാദിന് പറയാൻ. അപ്പൊ അതിൽ നമുക്ക് നോക്കാം എന്തൊക്കെ നമ്മൾ വിട്ടുപോയി എന്നുള്ളത്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫ് ആര് വായിക്കും? മാതാജി, എനിക്ക് ഒരു ഭാഗം ലിസൺ ചെയ്യാൻ വിട്ടുപോയി, അതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഈ ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര, കിം വാ പരൈരീശ്വര ഉദ്ദേശിക്കുന്നത് എന്താ? ഓ, ഞാൻ അതൊന്നും പറഞ്ഞില്ലല്ലോ ഇന്ന്, സോറി കേട്ടോ. അപ്പം നമ്മൾ അതുവരെയും പറഞ്ഞു, അല്ലെ? പരമോ നിർമത്സരാണാം സദാ. അപ്പൊ നമ്മൾ മാത്സര്യം ഒന്നും മനസ്സിലില്ലാത്ത ആൾക്കാർക്കേ ഇത് മനസ്സിലാകുള്ളൂ എന്ന് പറയാം. വേദ്യം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, അവർക്ക് ഇത് മനസ്സിലാകുന്ന ഇങ്ങനത്തെ ആൾക്കാർക്കാണ്. വാസ്തവം അത്ര വസ്തു ശിവതം. ഈ വസ്തു ഭഗവാൻ എന്ന് പറയുന്ന ആ വസ്തു ഇത്ര ഓസ്പിഷ്യസ് ആയിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നിറഞ്ഞ ആ ഒരു വസ്തുവിനെ അതാണ് വാസ്തവം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മള് മാത്സര്യം ഇല്ലാത്തവരായിരിക്കണം എന്നാണ്. അപ്പോഴെന്ത് പറ്റുന്നു? താപത്രയോന്മൂലനം. താപം എന്ന് പറഞ്ഞാൽ ക്ലേശങ്ങള്, ത്രയാന്ന് പറഞ്ഞാൽ 3, ഉന്മൂലനം എന്ന് പറഞ്ഞാൽ അതെല്ലാം റിമൂവ് ആകുന്നു, അതെല്ലാം ഉന്മൂലനം ചെയ്ത് കിട്ടുന്നു. എന്നിട്ട്
പറയുന്നു ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ, മഹാമുനിയായ വ്യാസദേവൻ രചിച്ചതാണ് ഈ ശ്രീമദ് ഭാഗവതം. കിം വാ പരേർ ഈശ്വരഃ, ഇതിനപ്പുറം എന്ത് വേണം ഈശ്വരനെ മനസ്സിലാക്കാൻ എന്ന് ചോദിക്കുകയാണ്. ഈ ഭാഗവതം ഉണ്ടെങ്കിൽ, ഈ മഹാമുനി രചിച്ച ഭാഗവതം നമ്മൾക്ക് പഠിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. വേറെ ഒരു ഗ്രന്ഥത്തിന്റെയും ആവശ്യമില്ല ഭഗവാനെ നമ്മൾക്ക് സാക്ഷാത്കരിക്കാൻ എന്ന് പറയാണ്. കിം വാ പരേർ ഈശ്വരഃ എന്ന് പറയുന്നത് വേറെ എന്തിൻ്റെ ആവശ്യമുണ്ട്, നമുക്ക് ഈശ്വരനെ കിട്ടാൻ വേണ്ടി വേറെ എന്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ചോദിക്കുകയാണ്. മനസ്സിലായോ മാതാജി? മനസ്സിലായി മാതാജി. എന്നിട്ട് പറയുന്നു സദ്യോ, സദ്യോ എന്ന് പറഞ്ഞാൽ എളുപ്പം, ഇമ്മീഡിയറ്റ്ലി. ഹൃദി അവരുദ്ധ്യതേത്രേ, അവയുദ്ധ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അപ്പൊ തന്നെ വരും ഭഗവാന്. നമ്മളുടെ ഹൃദയത്തിൽ വന്ന് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. നമ്മളുടെ ഹൃദയത്തിൽ വന്ന് കുടികൊള്ളും ഭഗവാന് ഇമ്മീഡിയറ്റ്ലി. അത്ര കൃതിഭിഹി എന്ത് ചെയ്താലാണ് നമ്മള് പയസ് ആൾക്കാര്, നമ്മള് കുറച്ച് പുണ്യമൊക്കെ ചെയ്താലേ ഈ ബുക്ക് തന്നെ കൈകൊണ്ട് തൊടാൻ നമുക്ക് തോന്നുള്ളൂ. അങ്ങനെ നമ്മള് പയസ്സായിട്ട്, നമ്മൾ സബ്മിസീവായിട്ട്, നമ്മൾ വളരെ വിനയത്തോടു കൂടി, വളരെ അറ്റൻഷനോട് കൂടി, നല്ല ശ്രദ്ധയോടു കൂടി ഇത് ശ്രവിക്കുകയാണെങ്കിൽ, ഈ ശ്രീമദ് ഭാഗവതം നമ്മൾ ശ്രവിക്കുകയാണെങ്കിൽ പറയുന്ന എന്താണ്? അധികം താമസിക്കാതെ, തത്ക്ഷണാത്ത് എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാതെ തന്നെ, സദ്യ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി. അപ്പൊ 2 തവണ അത് യൂസ് ചെയ്യാണ്, ഒരേ വാക്ക് തന്നെ. ഒരേ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ. ഭഗവാൻ തക്ഷണം നമ്മളുടെ ഹൃദയത്തിൽ വന്ന് കുടികൊള്ളും എന്ന് പറയാണ്. എപ്പോഴാണ് നമ്മൾ ഈ ഒരു കൾച്ചർ, ഈ ഒരു നമ്മൾ അറ്റൻറ്റീവായിട്ടും നമ്മൾ സബ്മിസീവായിട്ടും ഭാഗവതം ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മൾ ശുദ്ധമായി കഴിഞ്ഞിട്ട് നമ്മൾ മാത്സര്യമെല്ലാം നമ്മൾ ഉപേക്ഷിച്ച് നമ്മൾ ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വന്ന് കുടികൊള്ളും. അതുകൊണ്ട് നിങ്ങൾക്ക് വേറെ എന്ത് ഗ്രന്ഥത്തിന്റെ ആവശ്യമാണ്? വേറെ എന്തിന്റെ പുറകെ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ട്? ഗ്രന്ഥമല്ല, നമ്മൾ ഈ പൂജകൾ ഒക്കെ ചെയ്യേണ്ട എന്താവശ്യമാ ഉള്ളത്? ഭഗവാൻ നമ്മളുടെ ഹൃദയത്തിൽ വന്നിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മുടെ ഉദ്ദേശം. അത് നമ്മൾക്ക് തക്ഷണാത്ത് കിട്ടും. സദ്യോ, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ക്ഷണത്തിൽ തന്നെ നമ്മളുടെ ഹൃദയത്തിൽ വന്ന് കുടികൊള്ളും ഭഗവാന് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ട്രാൻസ്ലേഷൻ ആരെങ്കിലും വായിക്കുമോ? വായിക്കാം മാതാജി. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്, ആരെങ്കിലും വായിക്കാത്തവരുണ്ട്? വായിക്കണമെങ്കിൽ വായിക്കാം കേട്ടോ. എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു, ഞങ്ങൾക്കും വായിക്കാൻ ഒരു ചാൻസ് തരണേന്ന്. അപ്പൊ അങ്ങനത്തെവരെ എനിക്ക് കാണാൻ സാധിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ താഴോട്ടും മുകളിലോട്ടും ആക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ ആർക്കാ വായിക്കേണ്ടതെന്ന് വെച്ചാൽ കൈ പൊക്കണം. അപ്പൊ ഞാൻ അവർക്ക് ചാൻസ് കൊടുക്കാം. അല്ലാതെ എനിക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ആരാ ഞാൻ വായിക്കാമെന്ന് പറയുന്നെന്ന് പോലും എനിക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ ചിലവരൊക്കെ എപ്പോഴും ചോദിക്കുന്നവരുടെ ശബ്ദം കൊണ്ട് ഞാൻ തിരിച്ചറിയാണ്. അപ്പൊ ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ കൈ പൊക്കണം. ഹരേ കൃഷ്ണ. കൈ പൊക്കാന് അറിയില്ലാത്തവര് മാത്രം പറഞ്ഞോളൂ. ദീപ മാതാജി. ഓക്കെ, പറഞ്ഞോളൂ. ദീപ മാതാജി എപ്പോഴും പറയുന്നതാണ്, പക്ഷെ വേറെ ആരും കൈ പൊക്കുന്നില്ല. മാതാജി, അത് മറ്റുള്ളവര് വായിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൈ പൊക്കാതിരിക്കുന്നത്. ആരാ അച്ഛാ വായിച്ചോട്ടെ? അല്ല, കൈ പൊക്കണം. എന്നിട്ട് ഓരോ പേർക്ക് ഞാൻ ഒരു പാരഗ്രാഫ്, ഒരാള് മറ്റൊരാൾക്ക് അടുത്ത പാരഗ്രാഫ്, അങ്ങനെ തരാം. അപ്പൊ എല്ലാവർക്കും ചാൻസും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുക്കല് എനിക്കും ചാൻസ് തരണം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ലേറ്റ് അല്ലേ? നമ്മൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് എനിക്കും ചാൻസ് തരണേ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ സമയത്ത് തന്നെ നിങ്ങൾ കൈ പൊക്കിയ കണ്ടോ എത്ര കൈകൾ പൊങ്ങി. അപ്പൊ ഓക്കെ, ദീപ മാതാജി, നമുക്ക് വേറെ ആൾക്കാർക്ക് ഇതുവരെയും പറയാത്തവർക്ക് കൊടുക്കാം ചാൻസ്. രമാ രാജീവൻ. ദീപ മാതാജിക്ക് കുഴപ്പമില്ല എന്ന് എനിക്കറിയാം.
അപ്പൊ രമാ രാജീവൻ ഈ ഹരേ കൃഷ്ണ. അപ്പൊ ഈ ഇത് മാത്രമേ ട്രാൻസ്ലേഷൻ മാത്രം വായിക്കൂ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. വിവർത്തനം. ജയ് ശ്രീല പ്രഭുപാദ്. ഭൗതികതയാൽ പ്രേരിതമായ ധർമ്മങ്ങളെയെല്ലാം പാടെ തിരസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത പുരാണം നിർമ്മല ഹൃദയരായ ഭക്തർക്ക് പരമസത്യത്തെ ഗ്രഹിക്കാൻ കഴിയും വിധം പ്രതിപാദിക്കുന്നു. ഏവരുടെയും ക്ഷേമ താൽപര്യാർത്ഥം മിഥിയിൽ നിന്നും വേർതിരിക്കപ്പെട്ട യാഥാർത്ഥ്യമത്രേ പരമസത്യം. ആ സത്യം ത്രിവിധ ക്ലേശങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നു. മുനിശ്രേഷ്ഠനായ വ്യാസദേവൻ തന്റെ പരിപക്വാവസ്ഥയിൽ രചിച്ച മനോജ്ഞാന ഗംഭീരമായ ഈ ഭാഗവതം ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകും വിധം സ്വയം പര്യാപ്തമാണ്. എന്നിരിക്കെ മറ്റൊരു ധർമ്മശാസ്ത്രത്തിന്റെ ആവശ്യമെന്ത്? വിനയത്തോടെ ഒരുവൻ ഭാഗവത സന്ദേശം സശ്രദ്ധം ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ ഈ ജ്ഞാന സംസ്കരണത്താൽ അവന്റെ ഹൃദയത്തിൽ ഭഗവാൻ തൽക്ഷണം വാസമുറപ്പിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. അപ്പൊ ഇതെന്താണ് പറയുന്നത്? വ്യാസദേവൻ മെച്യൂർഡ് ആയി കഴിഞ്ഞിട്ടല്ലേ? മെച്യൂരിറ്റി അതിനെന്തായിരുന്നു ഒരു വാക്ക് പറഞ്ഞത്? വ്യാസദേവൻ മാതാജി, രമാ രാജീവൻ മാതാജി, എന്തായിരുന്നു നമ്മൾ പറഞ്ഞ? വ്യാസദേവൻ മെച്യൂരിറ്റിന്ന് എന്ത് പറഞ്ഞു? മനുഷ്യജീവ കൃഷ്ണ പക്വത. അതെ അതെ. അപ്പൊ ആ പക്വത വന്നിട്ടാണ് ഈ ഭാഗവതം എഴുതിയത്. അത് നമ്മൾ കണ്ടു അല്ലേ? നമ്മള് പറഞ്ഞു ബാക്കിയുള്ള പുരാണങ്ങളൊക്കെ എഴുതിയിട്ട് ഒരു തൃപ്തി തോന്നാഞ്ഞിട്ട് ഇങ്ങനെ ധ്യാനിച്ചു. എന്തുകൊണ്ടായിരിക്കും എനിക്ക് തൃപ്തി വരാത്തത് എന്നിങ്ങനെ മനസ്സിലാലോചിച്ചപ്പോ തന്നെത്താനെ തോന്നി, ഞാൻ ഭഗവാനെ കുറിച്ച് വേണ്ടിടത്തോളം പ്രകീർത്തിച്ചില്ല, ഭഗവാന്റെ ഭക്തന്മാരെ ഞാൻ പ്രകീർത്തിച്ചില്ല, അതുകൊണ്ട് ആണ് എനിക്ക് ഈ അസംതൃപ്തി വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ നാരദമുനി വരികയും ചെയ്ത്, നാരദമുനി അത് ശരിയാണ്, അതാണ് കറക്റ്റ്, നീ ഭഗവാനെ വേണ്ടിടത്തോളം നീ പ്രകീർത്തിച്ചില്ല, ഭഗവാനെ കുറിച്ച് കൂടുതൽ എഴുതിയിട്ടില്ല, അതുകൊണ്ട് ഇനി എഴുതുന്ന ഗ്രന്ഥത്തിൽ നീ അങ്ങനെ ചേർക്കണം എന്ന് പറഞ്ഞു അല്ലെ? അതുകൊണ്ടാണ് ഇത് കൂടുതൽ നന്നായതും ഈ ഭാഗവതം. എന്നുവെച്ചാൽ പക്വത വന്ന് കഴിഞ്ഞിട്ട് എഴുതിയതായതുകൊണ്ട് അതിന് ഭഗവാനെ സാക്ഷാത്കരിക്കാൻ ഈ ഒരു ഭാഗവതം മാത്രം മതി, വേറെ ഒരു ഗ്രന്ഥത്തിൻ്റെയും ആവശ്യമില്ല. പക്ഷെ എന്താണ് ക്വാളിറ്റി? ഇത് കേൾക്കാനുള്ള ക്വാളിറ്റി എന്താണ്? നമ്മള് ശ്രദ്ധാപൂർവം വിനയത്തോടെ ഇത് ശ്രവിക്കണം എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ ഇത് ശ്ലോകം നമ്മള് ഭഗവാനെ കുറിച്ച് പറഞ്ഞു അല്ലെ? ഈ എന്താ അബ്സല്യൂട്ട് ട്രൂത്ത് എന്ന് പറഞ്ഞാല് നിരപേക്ഷ സത്യം. ആ സത്യം എന്ന് പറയുന്ന എന്താണ്? അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞു അല്ലെ? അത് ജന്മാദ്യസ്യ, അതിന്റെ സോഴ്സാണ്, ജന്മം തൊട്ട് മരണം വരെയുള്ള എല്ലാ പ്രക്രിയകളുടെയും സോഴ്സാണ്, കാലമാണ്, പിന്നെ അഭിജ്ഞനാണ്, എല്ലാം അറിയുന്നുണ്ട്, പിന്നെ സ്വരാടാണ്, പിന്നെ ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു ജ്ഞാനം, എന്നിട്ട് പിന്നെ ഈ ദേവന്മാരൊക്കെ വിമോഹിതരാകുന്നു ഈ ഭഗവാന്റെ ഓരോ പ്രവർത്തികൾ കാണുമ്പോൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭഗവാന്റെ ധാമം എങ്ങനെയാണെന്ന് പറഞ്ഞു അല്ലെ? അവിടെ മായയില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഈ ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? എങ്ങനെ നമുക്ക് ആ ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റും എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ആ ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവെക്കാൻ എങ്ങനെ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതിന് എന്തൊക്കെയാ നമുക്ക് ആവശ്യം? നമ്മള് നിർമ്മത്സരാണാമാകണം എന്ന് പറഞ്ഞാല് നമ്മള് മാത്സര്യം, എൻവി, അസൂയ എല്ലാം മാറ്റിവെക്കണം, കൈതവധർമ്മം മാറ്റിവെക്കണം. എന്ന് വെച്ചാൽ ഭൗതികത നേടാൻ വേണ്ടി ചെയ്യുന്ന ഏത് മതപരമായ സംഗതികളും നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് നമ്മൾക്ക് ഭഗവാനെ കിട്ടില്ല എന്ന് മനസ്സിലാക്കി അതെല്ലാം റിജക്റ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ആരോടും അസൂയാലു ആകല്ല്,
അങ്ങനെയൊക്കെ ആയിട്ട് ഈ ഭാഗവതം നമ്മൾ ശ്രവിക്കണം. എങ്ങനെ? വിനയത്തോടു കൂടി, വളരെ ശ്രദ്ധയോടുകൂടി ഈ ഭാഗവതം നമ്മൾ ശ്രവിക്കുകയും നമ്മൾ കീർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? ഭഗവാൻ നമ്മുടെ ഉള്ളിൽ വരും. ഈ നമ്മൾ കഴിഞ്ഞ വേഴ്സിൽ പറഞ്ഞ ആ പരമസത്യം നമ്മളുടെ ഉള്ളിൽ വന്ന് കുടികൊള്ളും എന്ന് പറയാണ്. കഴിഞ്ഞ വേഴ്സിൽ നമ്മൾ പറഞ്ഞു ആ പരമസത്യം ഒരു വ്യക്തിയാണ്. ഏത്? ആ വ്യക്തിയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. വാസുദേവൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ആ നിരപേക്ഷ സത്യം എന്ന് പറയുന്നു, അല്ലെ? വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസുദേവരുടെയും ദേവകിയുടെയും മകനായ ശ്രീകൃഷ്ണ ഭഗവാനാണ് ആ പരമസത്യം. ആ പരമസത്യമായ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ മനസ്സിൽ വന്ന് കുടികൊള്ളും. നമ്മൾ ഇതുപോലെ നമ്മളുടെ ക്വാളിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. നമ്മൾ കൈതവ ധർമ്മമൊക്കെ കളയണം, നമ്മൾ മാത്സര്യം എല്ലാം കളയണം. പിന്നെ നമ്മൾ ശ്രദ്ധയോടും വിനയത്തോടും ഈ ഭാഗവതം ശ്രവിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആള് മറ്റേ ഉഷ നെല്ലൻകരേനെക്കാട്ടിലും ഇനി റീന സഞ്ജീവ്. റീന സഞ്ജീവ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ റീന സഞ്ജീവ് ഒരു പാരഗ്രാഫ് വായിക്കുമോ? 12 മണിയായി. ഓക്കെ, നോ പ്രോബ്ലം. ഒരു പാരഗ്രാഫും കൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. ശരി, വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഭാവാർത്ഥം. ഓം നമോ ഭഗവതേ വസുദേവായ. ഭാവാർത്ഥം ബൈ ജയശ്രീ വക്രപാദ്. ധർമ്മത്തിൽ 4 പ്രാഥമിക വിഷയങ്ങൾ ഉൾപ്പെടുന്നു. ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, പുണ്യകർമ്മങ്ങൾ, സാമ്പത്തിക പുരോഗതി, ഇന്ദ്രിയ സംതൃപ്തി, ഭൗതിക ബന്ധന മോചനം, ആധാർമിക ജീവിതം മ്ലേച്ഛാവസ്ഥയാണ്. നിശ്ചയമായി മനുഷ്യ ജീവിതം ആരംഭിക്കുന്നത് ധാർമ്മികത തുടങ്ങുമ്പോഴാണ്. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം എന്നിവ മൃഗീയ ജീവിതത്തിന്റെ 4 തത്വങ്ങളാണ്. മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇവ പൊതുവായി ഉള്ളതാണ്. എന്നാൽ ധർമ്മം മനുഷ്യന്റെ അധിക സ്വഭാവമാകുന്നു. ധർമ്മരഹിതമായ മനുഷ്യജീവിതം മൃഗജീവിതത്തെക്കാൾ ഒട്ടും മേന്മയുള്ളതല്ല. ആകയാൽ മനുഷ്യൻ ഈശ്വരനുമായുള്ള ശാശ്വത ബന്ധത്തെ പരാമർശിക്കുകയും ആത്മസാക്ഷാത്കാരത്തിനെ ലക്ഷ്യം വെക്കുകയും ചെയ്യുന്ന മത ആചാരങ്ങൾ ഏതെങ്കിലും രൂപത്തിൽ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകാറുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇത് നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ്, അല്ലെ? നമുക്ക് 4 സംഗതികള് മൃഗങ്ങൾക്കും നമുക്കും ഉള്ളത് നമ്മൾ ചർച്ച ചെയ്തു പല ക്ലാസ്സുകളിലും. അത് കഴിക്കുക, പിന്നെ ഉറങ്ങുക, പിന്നെ ഭയം വരുമ്പോൾ നമ്മൾ ഡിഫെൻഡ് ചെയ്യും, അല്ലെ? നമ്മൾ എങ്ങനെയെങ്കിലും സംരക്ഷിക്കും നമ്മളെ തന്നെ. അത് പിന്നെ മൈഥുനം, കുട്ടികളെ സമ്പാദിക്കുക. അപ്പൊ ആ 4 സംഗതികളാണ് മൃഗങ്ങൾക്കും നമുക്കും കോമൺ ആയിട്ടുള്ളത്. അത് കൂടാതെ ഒന്ന് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഈ ധർമ്മമാണ്. ധർമ്മം എന്ന് പറയുന്ന മതമായിട്ട് നമ്മൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മതമായിട്ടാണ്. അപ്പൊ ആ മതം കൈതവമാകല് എന്ന് പറഞ്ഞാൽ നമ്മളെ ചീറ്റ് ചെയ്യുന്ന ഒരു മതമാകല്. ആ ധർമ്മം നമ്മൾ ചെയ്യുന്നത് നമ്മളെ ഭഗവാനെ കൊണ്ട് എത്തിക്കുന്ന ധർമ്മം വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. അല്ലാത്ത ധർമ്മമെല്ലാം കൈതവ ധർമ്മമാണ്, അത് ചീറ്റിംഗ് ധർമ്മമാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഉപേക്ഷിക്കണം എന്നാണ് ഈ പാരഗ്രാഫിൽ. ഇവിടെ നിർത്തട്ടെ എന്നാല് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയമുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. തേർഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ്. ശ്രീമദ് ഭാഗവതം മഹാമുനി എന്തിന് രചിച്ചു, അങ്ങനെ അതാണോ മീനിങ് വരുന്നത് മാതാജി? ശ്രീമദ് ഭാഗവതം എന്തിന് രചിച്ചു? മഹാമുനി കൃതേ കിംവാ പരൈരീശ്വര എന്നല്ലേ പറഞ്ഞേക്കണത്? അത് മഹാമുനി എന്തിന്, അങ്ങനെ ആ മീനിങ് കറക്റ്റ് ആയിട്ട് അത് എനിക്ക് ആ സെന്റൻസിന്റെ മീനിങ് ജസ്റ്റ് സ്ക്രീം മാത്രം മാതാജി, ആ സെന്റൻസിന്റെ മീനിങ് മാത്രമായിട്ടൊന്ന് പറയാവോ? ഇതിൽ പറയുന്ന ശ്രീമദ് ഭാഗവതേ മഹാമുനി കൃതേ അവിടം വരെയുമാണ് ഒരു
ഇത് കിംവ ഇതിന്റെ കൂടെ ചേർക്കല്ല. ശ്രീമദ് ഭാഗവതം രചിച്ചത് മഹാമുനിയായ വ്യാസദേവൻ, പൂർണ്ണത എത്തിയ ഇതില് അല്ലെ, ആ സമയത്ത് രചിച്ചതാണ് ശ്രീമദ് ഭാഗവതം. കിം വാ പരേർ ഈശ്വര, ഇത് കൂടാതെ നമ്മൾക്ക് എന്ത് വേണം ഈശ്വരനെ നേടാന് എന്നാണ് അതിന്റെ അർത്ഥം. പരേർന്ന് പറഞ്ഞാൽ വേറെ എന്നുള്ള അർത്ഥമാണ്. കിം എന്ന് പറഞ്ഞാൽ എന്ത്, വാ എന്ന് പറഞ്ഞാൽ വേണം. അപ്പം നമ്മൾക്ക് വേറെ എന്താണ് വേണ്ടത് ഈശ്വരനെ നേടാന് എന്നാണ് ആ ഒരു ഹാഫ് സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം ഏത് മാതാജി പറഞ്ഞല്ലോ PDF എടുത്ത് കഴിഞ്ഞിട്ട് അയക്കും അല്ലേ? ഞാൻ മാതാജിക്ക് അയച്ചിട്ടുണ്ട്, മാതാജി പേഴ്സണലി അയച്ചിട്ടുണ്ട്. മാതാജി ഗ്രൂപ്പിൽ ഇട്ടോളൂ. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ശ്ലോക ഒരുമിച്ച് PDF ആക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എനിക്ക് അതിന് സമയമില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാനും വിചാരിച്ചു മകന്റെ അടുക്ക കൊടുത്തിട്ട് അവനും ബിസിയാണ്, പിന്നെ എൻ്റെ അടുക്ക നോയും പറയാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയാകും. അതുകൊണ്ട് ഇങ്ങനെ മടിച്ചിരിക്കുകയായിരുന്നു. മാതാജി അങ്ങനെ ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ആരെങ്കിലൊക്കെ ചെയ്യും മാതാജി. ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു വെരി മച്ച്. അപ്പൊ അത് ഇട്ടേക്കുവേ, ഇട്ട് കഴിഞ്ഞു അല്ലേ? മാതാജി ഗ്രൂപ്പിൽ ഇട്ടോളൂ, ഞാൻ ഇട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ നമുക്കിവിടെ നിർത്താം. ഇനി നാളെ ഭഗവത്ഗീത തന്നെയാണ് കേട്ടോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം. നിർത്തിക്കോട്ടെ. ഹരേ കൃഷ്ണ. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ.